Dear students, very good morning all. Once more all are welcome to Auditing and Corporate Governance new video classroom. Corporate Governance ന്റെ വിവിധ ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഗ്രീൻ ഗവേണൻസ്. What do you mean by green governance? Then what are the relevant for green governance in the recent period? Okay. The concept of green governance can be applicable to different fields. ഇപ്പോൾ ഗ്രീൻ ഗവേണൻസ് എന്ന് പറയുന്ന ടോപ്പിക് അല്ലെങ്കിൽ അത്തരം ഒരു കോൺസെപ്റ്റ് ഇന്ന് പല മേഖലകളിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇൻ എ കമ്മ്യൂണിറ്റി, സ്റ്റേറ്റ്, കൺട്രി, കമ്പനി, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്. ഇപ്പോൾ ഗവൺമെന്റ് ഓർ നോൺ ഗവൺമെന്റ്, ദാറ്റ് മീൻസ് ഇൻ എ പ്രൈവറ്റ് കൺസേൺസ് ഓർ യൂണിറ്റ്സ്, കൺട്രി ആൻഡ് സ്റ്റേറ്റ് ആൻഡ് കമ്മ്യൂണിറ്റി എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗ്രീൻ ഗവേണൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. What do you mean by green governance? Then the basic idea is sustainability without much pressure on the environment. That is the context of green governance. The basic idea is sustainability without much pressure in the environment. എൻവയോൺമെന്റിന്റെ മേലെ, അതായത് പരിതസ്ഥിതിക്ക് മേലെ കൂടുതൽ സമ്മർദ്ദം വരുത്താത്ത രീതിയിൽ ബിസിനസ്സിനെ അല്ലെങ്കിൽ ഒരു ഐഡിയാസിനെ അല്ലെങ്കിൽ ഒരു യൂണിറ്റിനെ വളർത്തിക്കൊണ്ടുവരിക, ത്വരിതഗതിയിലുള്ള വളർച്ച എൻഷുർ ചെയ്തു പോകുന്നതിനെ ആണ് ഗ്രീൻ ഗവേണൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ലൈഫ് സൈക്കിൾ അപ്രോച്ച് ഫോർ എൻഷുറിംഗ് ദ സസ്റ്റൈനബിലിറ്റി ഓഫ് ദി ബിസിനസ്. ഇപ്പോൾ നല്ലൊരു ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം ഒരു ബിസിനസ് യൂണിറ്റിന് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സെക്ടറിന് എൻഷുർ ചെയ്യലാണ്. അതായത് അതിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെന്റ് വിത്തൗട്ട് മച്ച് പ്രഷർ ഓൺ ദ എൻവയോൺമെന്റ്. എൻവയോൺമെന്റിന്റെ മേലെ കൂടുതൽ പ്രഷർ ചെലുത്താണ്ട് കണ്ടിട്ട്, അതായത് എൻവയോൺമെന്റിന് ഫേവറബിൾ ആകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് യൂണിറ്റിന്റെ സസ്റ്റൈനബിലിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഗ്രീൻ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ. It necessitates the continuous improvement in strategy, risk management, compliance management, idea management, portfolio management, project management, performance management and stakeholders. ഒരു വിവിധ തലങ്ങളിലുള്ള മാനേജ്മെന്റ്, പെർഫോമൻസ് ആവട്ടെ, then ഐഡിയ, പോർട്ട്ഫോളിയോ, കംപ്ലയൻസ്, റിസ്ക്, then പ്രൊജക്ട് ആൻഡ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇവർക്കൊക്കെ എന്തായിരിക്കണം? ഈ ഗ്രീൻ ഗവേണൻസ് നടത്തിക്കൊണ്ട് പോയെങ്കിൽ മാത്രമേ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. Then what are the objectives of green governance? ഗ്രീൻ ഗവേണൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഫസ്റ്റ് വൺ, ടു എൻഷുർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇപ്പോൾ എൻവയോൺമെന്റിനെ പരമാവധി പ്രഷർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ടാണ് നമ്മളൊരു കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് എല്ലായ്പ്പോഴും നെഗറ്റീവ് ആസ്പെക്റ്റ് ആയിരിക്കും. കാരണം ഒരുപാട് ആ ഒരു യൂണിറ്റിന് എഗെയിൻസ്റ്റ് ആയിക്കൊണ്ട് ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് യൂണിറ്റുകൾ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. സോ ടു എൻഷുർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അപ്പൊ നല്ലൊരു ഡെവലപ്മെന്റ്, ത്വരിതഗതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ ഗ്രീൻ ഗവേണൻസ് അപ്ലൈ ചെയ്യണം. സെക്കൻഡ് വൺ, ടു കൺസേർവ് നോൺ റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സസ്. നമുക്കറിയാം, അനധികൃതമായിട്ട് എല്ലാ നാച്ചുറൽ റിസോഴ്സസും ഓരോ കമ്പനീസ് അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസും അല്ലെങ്കിൽ ഓരോ യൂണിറ്റും ഉപയോഗിച്ചു കൊണ്ടാണ്. അപ്പോൾ നോൺ റിന്യൂവബിൾ, നമുക്ക് വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നാച്ചുറൽ റിസോഴ്സസിനെ കൺസേർവ് ചെയ്യുക, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തു പോവുക എന്നുള്ളതും ഹരിത ഗവേണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒബ്ജക്റ്റീവായിട്ട് വരുന്നു. തേർഡ് വൺ, ടു കൺട്രോൾ ദ ഹ്യൂമൻ ഇന്റർവെൻഷൻ. That means to avoid the much pressure on the environment. അപ്പോൾ ഒരുപാട് ആളുകൾ ആ ഒരു എൻവയോൺമെന്റിന്റെ മേലെ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഒരു എൻവയോൺമെന്റിന്റെ മേലെ ഉണ്ടാകുന്ന പ്രഷർ അല്ലെങ്കിൽ ചെലുത്തുന്ന പ്രഷറിന്റെ വോളിയം റെഡ്യൂസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ ടു കൺട്രോൾ ദ ഹ്യൂമൻ ഇന്റർവെൻഷൻ. അപ്പോൾ ആ ഒരു നാച്ചുറൽ യൂണിറ്റിന്റെ മേലെ ഹ്യൂമൻ റിസോഴ്സസിന്റെ ഇന്റർവെൻഷന് പരമാവധി കുറയ്ക്കുക. Then to permit the companies for online compliance.
അപ്പോൾ ഓൺലൈൻ ആയിക്കൊണ്ട് അതായത് നെറ്റ്വർക്ക് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കമ്പനീസിനും അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും ഇൻവോൾവ് ആവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ എന്താവും, എൻവയോൺമെന്റിന്റെ മേലുള്ള പ്രഷർ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, then what are the features of green corporate governance? Green corporate governance-ന്റെ features എന്തെല്ലാമാണ്? First one, to appoint of independent directors. Independent directors-നെ appoint ചെയ്യണം. To appoint of independent directors. It is mandatory that every organization has to appoint independent directors in the board of the company. അതായത് ഒരു ഗ്രീൻ ഗവേണൻസ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഈ ഒരു സെക്ടറിൽ മാത്രം ഉണ്ടായിരിക്കണം. ഓക്കെ, അതൊരു മാൻഡേറ്ററി ഇവന്റ് ആണ്. Then, as a part of green initiative, the companies are now preferred to appoint at least one director who are expert in the field of climate change and environmental issues. അപ്പോൾ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, പാസ്റ്റ് പീരിയഡിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് എന്തെല്ലാമാണ്, ദെൻ ക്ലൈമാറ്റിലെ ചേഞ്ചസ് എന്നതിനെ കുറിച്ച്, അതായത് ക്ലൈമാറ്റ് ചേഞ്ചസ് ഉണ്ടാകുന്നതിന്റെ റീസൺ, അത് ഉണ്ടായാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ്, ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരാൾ ആ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരിക്കണം. അപ്പം അത്തരത്തിലുള്ള ഒരു കംപ്ലയൻസ് എൻഷുർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡയറക്ടർ ബോർഡ് എന്തിനുണ്ടായിരിക്കണം, ഗ്രീൻ ഗവേണൻസിന് ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, സെപ്പറേറ്റ് ബോർഡ് കമ്മിറ്റി. ഇപ്പോൾ കമ്പനിക്ക് ഒരു ബോർഡ് കമ്മിറ്റി ഉണ്ടായിരിക്കും, ദാറ്റ് മീൻസ് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും, ഈവൻ ദോ എ സെപ്പറേറ്റ് ബോർഡ് കമ്മിറ്റി ഫോർ ഗ്രീൻ ഗവേണൻസ്. അപ്പോൾ ഗ്രീൻ ഗവേണൻസിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബോർഡ് കമ്മിറ്റി എൻഷുർ ചെയ്യണം. എ കമ്പനി ബോർഡ് ഹാസ് ഡിഫറെന്റ് കമ്മിറ്റീസ് ടു ഈസ് ദർ ഓപ്പറേഷൻസ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനീൻ്റെ ഓരോ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട് ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ഡയറക്ടർ ബോർഡ് ഉണ്ടായിരിക്കും. സോ അതുപോലെ തന്നെ ഗ്രീൻ ഗവേണൻസ് എന്ന് പറയുന്ന ഒരു സെക്ടറിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബോർഡ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. Then third one, distinct corporate governance code. ഇപ്പോൾ ഗവേണൻസ് കോഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രിൻസിപ്പിൾസ്, റെസ്ട്രിക്ഷൻസ്, റൂൾസ്, റെഗുലേഷൻസ്. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് എത്തിക്കലായിട്ട് അണെത്തിക്കലായിട്ടുള്ള ഇവന്റിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടുള്ള കോഡ് എൻഷുർ ചെയ്തിരിക്കണം. അപ്പോൾ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ് ഇംപ്ലിമെന്റ് ചെയ്യണം. ദെൻ ഫോർത്ത് വൺ, റിപ്പോർട്ടിംഗ് ഓഫ് ഡിസ്ക്ലോഷർ. ആനുവൽ ബേസിലാവാം, 6 മന്ത്ലി ആവാം, 1 മന്ത്ലി ആവാം, വീക്ക്ലി ആവാം, അതിന്റെ റിപ്പോർട്ട് ഡിസ്ക്ലോഷർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. Companies are permitted to prepare an integrated annual report with sustainability as a separate section or a standalone report for sustainability for the ensuring and describing the green governance and initiatives. അപ്പോൾ ഗ്രീൻ ഗവേണൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതിനൊരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ബോർഡ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ സെപ്പറേറ്റ് ബോർഡ് കമ്മിറ്റി ഉണ്ടാവണം, അതുപോലെ ഗ്രീൻ ഗവേണൻസിന്റെ ഡിസ്റ്റിങ്ക്റ്റ് കോഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടായി, ഇവൺ ഏതെങ്കിലും ഒരു പാർട്ട് അതിനകത്ത് അപാകത സംഭവിച്ചുവെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഫാക്ട്, ഇതിനൊക്കെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് ഗ്രീൻ കോർപ്പറേറ്റ് ഗവേണൻസ്. നെക്സ്റ്റ് ടോപ്പിക്, ഗ്രീൻ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഈ ഗ്രീൻ ഇനീഷ്യേറ്റീവ്സ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത്, അല്ലെങ്കിൽ ഗ്രീൻ ഗവേണൻസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് ഏതെല്ലാം സോഴ്സിലൂടെയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ബേസ് എന്തെല്ലാമാണ്. നമ്പർ 1, ഇ സർട്ടിഫിക്കേഷൻ ഓഫ് ഫോംസ് ബൈ പ്രൊഫഷണൽസ്. ഇ സർട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ സർട്ടിഫിക്കേഷൻസ് ഇംപ്ലിമെന്റ്, അപ്പോൾ നമുക്കൊക്കെ അറിയാം, നമുക്ക് എം-കൊമേഴ്സ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്ന ഇവന്റിലൂടെയാണ് ഓരോ ഇവന്റ് നടത്തുന്നത്. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ്സിന് അപ്ലൈ ചെയ്യുന്നു, അങ്ങനെ പറയുമ്പോൾ ഓരോ ഇവന്റും എന്ത് ചെയ്യുന്നതാണ്, ഈ പാർട്ടിലൂടെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത്. ദെൻ വീഡിയോ കോൺഫറൻസിങ് ഫെസിലിറ്റി ഫോർ ഷെയർ ഹോൾഡേഴ്സ്. ഒരു കമ്പനീൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാകുമ്പോൾ ആ കമ്പനീൻ്റെ ബോർഡ് കമ്മിറ്റി വിളിക്കണം. അപ്പോൾ ഒരു ഗൂഗിൾ മീറ്റിനെ പോലെയുള്ള മീറ്റ് സംഘടിപ്പിക്കുന്നു, അതുപോലെ വീഡിയോ കോൺഫറൻസിങ് നടത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുത്തിരിക്കണം. ദെൻ ഇ വോട്ടിംഗ്. അപ്പോൾ മാനുവൽ ആയിട്ടുള്ള വോട്ടിംഗ് സിസ്റ്റം ഒഴിവാക്കിക്കൊണ്ട് ഇ വോട്ടിംഗ് സിസ്റ്റം ഫോളോ ചെയ്യണം. ദെൻ വീഡിയോ കോൺഫറൻസിങ് ഫെസിലിറ്റി ഫോർ ഡയറക്ടേഴ്സ്.
കമ്പനീൻ്റെ അല്ലെങ്കിൽ വിവിധ തലത്തിലുള്ള ബോർഡ് മെമ്പേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഈ ഗവേണൻസിലൂടെ അല്ലെങ്കിൽ കോൺഫറൻസിലൂടെ പ്രൊവൈഡ് ചെയ്തു കൊടുക്കുന്നു. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ടു ദ അതോറിറ്റീസ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞു. ഇ കോമേഴ്സ് തരംഗങ്ങൾ അല്ലെങ്കിൽ ഈ നെറ്റ്വർക്ക് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിനും അതുപോലെ അതിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെയും ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫെസിലിറ്റീസും ഉണ്ട്. ഇഷ്യൂ ഓഫ് ഇ സർട്ടിഫിക്കറ്റ് യൂസിങ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഇപ്പോൾ ഓതറൈസ്ഡ് അതോറിറ്റി ആർക്കാണോ ഉള്ളത് ആ അതോറിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇൻകം സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ ഇൻകം സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പുള്ളിക്കാരൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ അതിൻ്റെ മേലെ ടോപ്പ് ചെയ്ത് പോകണം. ഓക്കെ, ദെൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആൻഡ് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ്. അപ്പോൾ ഓൾ പേയ്മെൻറ്റ് നടത്തുന്നത് ത്രൂ ഓൺലൈൻ, അതുപോലെ ഓൾ ആപ്ലിക്കേഷൻ ത്രൂ ഓൺലൈൻ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഗവേണൻസ് സിസ്റ്റം അപ്ലൈ ചെയ്തു പോകുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ നെക്സ്റ്റ് ടോപ്പിക്, ക്ലോസ് 49 ലിസ്റ്റിംഗ് അഗ്രിമെന്റ്. ക്ലോസ് 49 ലിസ്റ്റിംഗ് അഗ്രിമെന്റ്. ലിസ്റ്റിംഗ് അഗ്രിമെന്റ്. Then what do you mean by clause 49 listing agreement? എന്താണ് clause 49 listing agreement എന്ന് പറഞ്ഞാൽ? Clause 49 listing agreement is one of the contributions of കുമാരമംഗലം ബിർള കമ്മിറ്റി ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ നല്ല ഒരു ഭരണനിർവഹണ വകുപ്പ് ഓരോ കോർപ്പറേറ്റ് സെക്ടറിലും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി കുമാരമംഗലം ബിർള കമ്മിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടായ ഇനീഷ്യേറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഇവന്റ് ആണ് ക്ലോസ് 49 ലിസ്റ്റിംഗ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെക്കാനിസം ഫോർ എൻഷുറിംഗ് ട്രാൻസ്ഫറബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. പരമാവധി സുതാര്യത ഉറപ്പുവരുത്തുന്നു. അതുപോലെ വളരെ കൃത്യമായി വളരെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്തുകൊണ്ട് എല്ലാ ഫാക്റ്റും ട്രൂ അല്ലെങ്കിൽ എത്തിക്കൽ വേസിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ട്രാൻസ്ഫറബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് ഇന്ത്യൻ കോർപ്പറേറ്റ് സെക്ടർ ടുവേർഡ്സ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതിൻ്റെ ഷെയർ ഹോൾഡർമാരുണ്ടാവാം, ക്രെഡിറ്റേഴ്സ് ഉണ്ടാവാം, ബാങ്കിങ് സെക്ടർ ഉണ്ടാവാം, ഗവൺമെന്റ് അതോറിറ്റി ഉണ്ടാവാം. ദ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻവോൾവ് ആണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രാൻസ്ഫറബിലിറ്റിയും അതുപോലെ അക്കൗണ്ടബിലിറ്റിയും ഉറപ്പുവരുത്തലാണ് ഈ ക്ലോസ് 49 ലിസ്റ്റിംഗ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞത്. The clause 49 has laid down 7 conditions that are furnished by the listed companies in order to ensure the listing of the official list of stock exchanges. നമുക്കറിയാം സെബി സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ആ ഒരു അതോറിറ്റീൻ്റെ കീഴിൽ ഏതൊക്കെ കമ്പനീസിന് ഷെയറും ഡിബഞ്ചറും ഇഷ്യൂ ചെയ്യുകയും റിഡംഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ലിസ്റ്റ് ചെയ്യപ്പെടണം. അപ്പോൾ ഇത്തരത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനീസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കോർപ്പറേറ്റ് സെക്ടറിൻ്റെ ഓരോ ഇവൻറ്റും ഓരോ ട്രാൻസാക്ഷൻസും എന്തായിരിക്കണം? ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അതുപോലെ അക്കൗണ്ടബിലിറ്റിയും എൻഷുർ ചെയ്യാൻ എന്നാണ് ക്ലോസ് 49 ലിസ്റ്റിംഗ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, then the following are the list provisions that to be complied by the companies under clause 49 listing agreement. Number 1, board of directors. അപ്പോൾ ഇങ്ങനെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉൾപ്പെടുത്തേണ്ട കമ്പനീസിന് ഉണ്ടായിരിക്കേണ്ട ചില ഫോർമാലിറ്റീസ് ആണ് ഈ ക്ലോസ് 49 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന 7 കണ്ടീഷൻസ് എൻഷുർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ട്രാൻസ്ഫറബിലിറ്റിയും അതുപോലെ അക്കൗണ്ടബിലിറ്റിയും ഉറപ്പുവരുത്താൻ പറ്റും. ദെൻ ട്രാൻസ്പെറൻ്റ് ആയിരിക്കുക, വളരെ സുതാര്യമായിരിക്കുക, അതുപോലെ വളരെ ഓതന്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തു പോകാനുള്ള ഒരു ആവശ്യകത കടന്നു വരും. അതിൽ നടത്തിക്കൊണ്ടു പോകും എങ്ങനെയായാൽ ഈ 7 കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. നമ്പർ 1, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. The board should consist of optimum combination of both executive and non-executive directors, and the percentage of non-executive director should not be less than the 50%. അപ്പോൾ ടോട്ടൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. നോൺ എക്സിക്യൂട്ടീവും ദെൻ എക്സിക്യൂട്ടീവുമായിട്ടുള്ള ഡയറക്ടർ ബോർഡ്.
അപ്പോൾ ഈ നോൺ എക്സിക്യൂട്ടീവ് മോർ ദാൻ 50% ഉണ്ടായിരിക്കണം, ഓർ അറ്റ്ലീസ്റ്റ് 50% ടോട്ടൽ നമ്പർ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉള്ളതിൽ നോൺ എക്സിക്യൂട്ടീവ് 50% എൻഷുർ ചെയ്തിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, ഓഡിറ്റ് കമ്മിറ്റി. അപ്പോൾ ട്രാൻസ്പെറൻസി ഉണ്ടാവണമെങ്കിൽ ഒരു ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടാവണം. സോ there should be an audit committee in the organization with a minimum of 3 board of directors. അപ്പോൾ ആ ഓഡിറ്റ് കമ്മിറ്റിയിൽ മിനിമം 3 board of directors ഉണ്ടായിരിക്കണം. Out of total members, 2/3 of the members should be an independent directors. അതിന്റെ 2/3 എന്തായിരിക്കണം? ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. All the members in the audit committee should be financially literate and one member should expertise in accounting and financial management field. അപ്പോൾ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് അക്വയർ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കണം. ദാറ്റ് മീൻസ് ഫിനാൻസിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓർ ഏരിയാസ്. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ദെൻ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഫിനാൻസ് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏരിയയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ഈ കമ്മിറ്റിക്കകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ബോർഡ് കമ്മിറ്റി ഉണ്ടാവണം, ദെൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. The third one, subsidiary companies. ഇപ്പോൾ സബ്സിഡിയറി കമ്പനീസ് ഉണ്ടായിരിക്കണം. സബ്സിഡിയറി കമ്പനീസിലെ ഡയറക്ടർ ബോർഡ് എന്തായിരിക്കണം? ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഇൻവോൾവ് ആയിരിക്കണം. അപ്പോഴാണ് സബ്സിഡിയറി കമ്പനീസിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണെന്ന് അറിയാനും അതിനകത്ത് നിന്ന് എന്തെങ്കിലും ലെസൺസ് നമുക്ക് ലേൺ ചെയ്യാനുണ്ടെങ്കിൽ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ എൻഷുർ ദ സബ്സിഡിയറി കമ്പനീസ്. ആൻഡ് ഫോർത്ത് വൺ, ഡിസ്ക്ലോഷർ. The companies should furnish the summary of related party transactions, the disclosure of accounting treatment, risk management and minimization of procedure, details of public issue, then right issue and preferential issue should be mentioned. Then remuneration details of directors, management report to shareholders, etc. should be disclosed. That means all fact in relating to a കോർപ്പറേറ്റ് സെക്ടേഴ്സ്. അപ്പോൾ അതിൻ്റെ മാനേജ്മെന്റ് തലത്തിൽ, അതിൻ്റെ പേയ്മെന്റ് കൊടുക്കുന്ന തരത്തിൽ, അപ്പോയിൻമെന്റിന്റെ കേസിൽ ഡിസ്മിസൽ ഉണ്ടെങ്കിൽ അത്, ദെൻ ഓൾ ഫാക്ട് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ എ പെർട്ടിക്കുലർ ഓർ എ സ്പെഷ്യൽ ഇന്റർവെൽസ് ടു ബി കൺസേൺഡ്. അപ്പോൾ ആ ഒരു ഫാക്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടായിരിക്കണം ഡിസ്ക്ലോഷർ ഉണ്ടാവേണ്ടത്. ദെൻ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഷുഡ് സർട്ടിഫൈ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് and cash flow before it is presented to the board of directors. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മുമ്പാകെ ഓഡിറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് വരുന്ന സമയം ഈ പുള്ളിക്കാരൻ്റെ, അതായത് ചീഫ് ഒഫീഷ്യൽ ഓഫീസർ ആരാണോ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. സോ അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീഷ്യൽസിന്റെ സിഗ്നേച്ചറോട് കൂടിയിട്ടുള്ള റിപ്പോർട്ട് ആയിരിക്കണം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കമ്മിങ് ഫ്രം ദി ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കടന്നു പോകുന്നതായിരിക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്. അപ്പോൾ അയാളുടെ മുമ്പിലേക്ക് പോകേണ്ടത് ഓഡിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് ഈ പറയുന്ന CEO സൈൻ ചെയ്തതായിരിക്കണം. ഓക്കെ, they should state the financial statement and not contain any untrue information and not omitted any material transaction. അത് ആരും ഉറപ്പുവരുത്തണം? ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉറപ്പുവരുത്തും. എല്ലാ ഫാക്റ്റും ഇതിനകത്ത് കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നും അൺട്രൂ ഫാക്ട് ഒന്നും ഇതിനകത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് put the signature of CEO. Okay. Then report on corporate governance. Sixth one, report on corporate governance. A separate section on corporate governance should give in the annual report of the companies. അപ്പോൾ കമ്പനിക്ക് ഒരു ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, CEO ഉണ്ട്, സബ്സിഡിയറി കമ്പനീസിനെ അനലൈസ് ചെയ്ത് പോകുന്നുണ്ട്. ഈവൻ ദോ they should prepare annual report and submit to the board of directors. Then compliance. Seventh one, compliance. The company should obtain the certificate from auditor or participing the company regarding the compliance of corporate governance condition and affix the same with certificate along with director's report and send to the board of directors. Okay. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്ലോഷർ അല്ലെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കാം. ഇപ്പോൾ ഡയറക്ടേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും അഡ്വൈസറി കമ്മിറ്റി കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും എൻക്വയറി കമ്മിറ്റി കൊണ്ടുവന്നിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കംപ്ലൈൻസ് അനുവദിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇത്രയും 7 കാര്യങ്ങളാണ് ക്ലോസ് 49 ലിസ്റ്റിംഗ് അഗ്രിമെന്റ് എന്ന് പറയുന്ന ഫാക്ടിൽ ഇൻവോൾവ് ആയി പോകുന്നത്.
ഓക്കെ, അപ്പോൾ ഇത് ഒരു 4 മാർക്സ് ഏരിയയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇവന്റ് ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നെക്സ്റ്റ് ടോപ്പിക് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം ആണ്. ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറയുന്നത്? ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കമ്പനിയിൽ മെജോറിറ്റി ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്ന കുറച്ച് പേരുണ്ടായിരിക്കും. ഓക്കെ, ഒരു 1000 or 2000 ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിലൊരു 4-5 ആളുകൾ ആയിരിക്കും മാക്സിമം ഷെയർ ഹോൾഡ് ചെയ്തിരിക്കും. അപ്പൊ അവരെന്താണ്, അവർ മാക്സിമം ഷെയർ ഹോൾഡ് ചെയ്തു എന്നുള്ള കോൺസെപ്റ്റിൽ അവർ ആ കമ്പനിയുടെ ഫുൾ ഭരണം അവർ ഏറ്റെടുക്കുകയാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതിൽ നിന്നും ഇതിൽ ഏറ്റവും കൂടുതൽ പവർ ഞങ്ങൾക്കാണ്, ഞങ്ങളാണ് കമ്പനിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞങ്ങൾ പറയും പോലെ കമ്പനിയിലെ കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ, ഇന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആക്ടിവിസം ഷെയർ ഹോൾഡേഴ്സിന്റെ ഭാഗത്തുണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. ദ ടേം ആക്ടിവിസം intends to change the existing situation. അപ്പോൾ നിലവിൽ കമ്പനി നല്ല രീതിയിൽ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ നല്ല ഗുഡ് വിൽ ഒക്കെ എൻഹാൻസ് ചെയ്തുകൊണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി ആയിരിക്കും. പക്ഷേ ഈ ഷെയർ ഹോൾഡർമാർക്ക് തോന്നുകയാണ് അപ്പം നല്ലൊരു കമ്പനിയാണ് അല്ലെങ്കിൽ നല്ലൊരു ഗുഡ് വിൽ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഭരണം എന്തുകൊണ്ട് നമ്മൾക്ക് ഏറ്റെടുത്തുകൂടാ? അങ്ങനെ ഈ 4 പേര് അല്ലെങ്കിൽ ഈ 5 പേര് കമ്പനീന്റെ മൊത്തം കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് മൊത്തം കൊളാക്കി കൊടുക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പം നല്ലൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കുറഞ്ഞ ഷെയർ എടുത്തോളൂ. അപ്പം കുറഞ്ഞ ഷെയർ എടുത്തു എന്ന് കണ്ട് ഗവേണൻസിന് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഇവർ കൂടുതൽ ഷെയർ, ഇവർ കയ്യിൽ കൂടുതൽ പണം ഉള്ളതുകൊണ്ട് കൂടുതൽ ഷെയർ എടുത്തുകൊണ്ട് ഗവേണൻസിന് കപ്പാസിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിന് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എന്ന് പറഞ്ഞാൽ അതൊരു പെർട്ടിക്കുലർ കപ്പാസിറ്റി തന്നെയാണ്, അത് ഉണ്ടായിരിക്കണം. ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഇവന്റ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് അതിന്റെ എൻഡ് മൊമെന്റ് വരെ സക്സസ്ഫുൾ ആയിട്ട് അത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് പിടിച്ചൊരു കാര്യമാണ്. അപ്പൊ അത് ചെയ്തുകൊണ്ട് പോകാനുള്ള കപ്പാസിറ്റി ഈ പണക്കൊഴുത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതേസമയം ഒരു ഷെയർ ഹോൾഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ 2 ഷെയർ ഹോൾഡ് ചെയ്തിട്ടുള്ള ആൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ കണ്ണിങ് ആയിരിക്കും. അപ്പൊ അവരെ ഉൾപ്പെടുത്താതെ കണ്ടിട്ട് ഷെയർ ഹോൾഡ് ചെയ്തിട്ടുള്ള ഗവേണൻസിന് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവിന് യാതൊരു കപ്പാസിറ്റിയും ഇല്ലാത്ത ആളുകൾ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആയി എല്ലാം ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്നുള്ള അസംഷനിൽ മുന്നോട്ട് പോകുമ്പോൾ മൊത്തം പ്രോഗ്രാമും അവതാളത്തിലായി പോകും. ഇതിനെയാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ ആക്ടിവിസം എന്ന് പറയുന്നത്. Okay, it is a collection of activities which help bring some changes. In shareholders activism, one or more shareholders intend to change the organization. 1-2 ആളുകൾ തീരുമാനിക്കുകയാണ് ഓർഗനൈസേഷന്റെ ടോട്ടൽ ആക്ടിവിറ്റീസ് ഒന്ന് ചേഞ്ചസ് വരുത്തണം. Then earlier types of activism 1980 always seeks to break up the company. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന നമുക്കറിയാം മുതലാളിത്ത ഭരണം തന്നെ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പ്രോബ്ലം കൊണ്ടുവന്നതാണ്. By using huge money, these shareholders try to obtain the company and control the board. They are also known as corporate riders. അവരെയാണ് കോർപ്പറേറ്റ് റൈഡർ എന്ന് വിളിക്കുന്നത്. അതായത് കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്തുകൊണ്ട് കൂടുതൽ ഭരണത്തിൽ ഇൻവോൾവ് ആയിക്കൊണ്ട് എല്ലാ പ്രോബ്ലംസും എല്ലാ ഓപ്പറേഷൻസും ഒരാൾ തന്നെ ചെയ്തു പോകുമ്പോൾ അവരെയാണ് കോർപ്പറേറ്റ് റൈഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, then the intervention are made by the shareholder when the companies at the edge of fraud or wrong acts or lack of utilization of its potential. The activism may intend to modify or change the existing board, plan for some policy changes, or to meet the top executive to discuss an urge of action. അപ്പോൾ ടോപ്പ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, ഇതൊന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടാവും സ്വാഭാവികമായിരുന്നു. പിന്നെ അവരങ്ങ് ചെയ്തോട്ടെ, അവരൊക്കെ അറിയുന്ന കാര്യമാണെങ്കിൽ അവരങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർ മാറി നിൽക്കും. അതോടുകൂടി കമ്പനിയുടെ പ്രവർത്തനമൊക്കെ ടോട്ടലി ചേഞ്ചസ് ആവും. ദെൻ ഫസ്റ്റ് വൺ, റീസൺസ് ഫോർ ദ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. എന്താണ് ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇത്തരത്തിലുള്ള അതിക്രമം ഉണ്ടാവാനുള്ള കാരണം, ഈ ആക്ടിവിസം ഉണ്ടാവാൻ? First one, the interest of shareholders are not protected. അപ്പോൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് ഒന്നും ഉണ്ടാവില്ല, പ്രൊട്ടക്ഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുപോലെ സെൽഫ് ഡീലിംഗ്, സ്വയം നിയന്ത്രിച്ച് പോവാണ്, സ്വയം കൺട്രോൾ ചെയ്ത് പോവാണ്, അപ്പോൾ അവർക്ക് തന്നെ പറ്റൂ എന്നുള്ള അസംഷൻ. ദെൻ frankel management, that is the weak enforcement of law and poor display of business functions are as also result shareholders activism. In some cases, the management may conceal the relevant transaction and do not provide any
ethical event or any all relevant information to shareholders. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നതിന് പ്രയാസങ്ങൾ ഉണ്ടാവും. Then further, the poor quality of decision are also result the shareholders activism in the organization. ഉറപ്പാണ്. അപ്പോൾ ഒരു 15 പേര് അല്ലെങ്കിൽ 20 പേര് അടങ്ങിയ ഒരു ബോർഡ് കൺട്രോൾ ചെയ്ത് പോകുന്നതും 4 പേര് വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആയിട്ട് ചെയ്തു പോകുന്നതും തമ്മിൽ എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രയോറിറ്റി സെക്ടർ എന്താണോ അതൊക്കെ താഴെ ലെവലിലേക്ക് പോകും. എന്തെങ്കിലും ഫേമിൻ്റെ ഗ്രോത്ത് ഉണ്ടായിരുന്നത് അതൊക്കെ താഴെ ലെവലിലേക്ക് പോകും. ആളുകൾ തമ്മിലുള്ള ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. അതുപോലെ ഒരു കോർഡിനേഷൻ കിട്ടാൻ പോകുന്നില്ല. അതിൻ്റെ റിസൾട്ട് ഓട്ടോമാറ്റിക്കലി ചേഞ്ചസ് ആവും. പുവർ ക്വാളിറ്റി ഓഫ് ഡിസിഷൻസ് ആയിരിക്കും അവരൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ദെൻ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. അപ്പോൾ പിന്നെ അവിടെ എന്തില്ല, ട്രാൻസ്പെറൻസി ഉണ്ടാവാൻ പോകുന്നില്ല. ട്രാൻസ്പെറൻസി ആൻഡ് ഫെയർനെസ് ഈസ് എസെൻഷ്യൽ ഫോർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ഈച്ച് ആൻഡ് എവറി ഓർഗനൈസേഷൻ. എല്ലാ ഫോമിൻ്റെയും നിലനിൽപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി തന്നെയാണ്. സുതാര്യമായ രീതിയിൽ എല്ലാ ആളുകൾക്കും ബോധ്യമാകുന്ന രീതിയിൽ ആർക്കും ഫേവറബിൾ അല്ലാത്ത, അതായത് ഒരു ഇൻഡിവിജ്വലിന് മാത്രം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് മാത്രം ഫേവറബിൾ ആവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല. അത് സക്സസീവ് ആയി പോവുകയില്ല. It should be noted that the most cases of management is interested to cover the transaction. This may result shareholders activism. Then shareholders in the activism implement ചെയ്യുന്നതിനുള്ള major objective. Number 1, to act as a monitor of management. Managementന്റെ monitor ആയിട്ട് ആക്ട് ചെയ്യുക. Second one, to protect the interest of the shareholders. shareholdersന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക. To ensure accountability and transparency. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആക്ടിവിസം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. 1-2 ആളുകൾ ആഗ്രഹിച്ചാൽ ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നടക്കാൻ പോകുന്ന ഇവൻ്റ് അല്ല. ദെൻ ഏതൊക്കെ രീതിയിലാണ് ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആക്ടിവിസം ഒരു ഫേമിനകത്ത് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, ഒന്ന് പ്രോക്സി വോട്ടിംഗ്. പ്രോക്സി വോട്ടിംഗ് കൊടുക്കുക. വരാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്നതിനാണ് പ്രോക്സി വോട്ടിംഗ് എന്ന് പറയുക. Then dialogue, resolution, disinvestment. ഓക്കെ, അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രൊസീജിയർ കടന്നു വരും. അതുപോലെ റെസൊല്യൂഷൻ ഉണ്ടായിരിക്കും, ഡയലോഗുകൾ ഉണ്ടായിരിക്കും, പ്രോക്സി വോട്ടിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.